ഒരു ലെഫ്റ്റ് ഫ്രണ്ടിന് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്ക് ഒരു ഓപ്പറേഷണൽ സിസ്റ്റമുണ്ട്. അതൊരു കഴിഞ്ഞ 9 വർഷമായി സ്ഫുടം ചെയ്തെടുത്ത ഒരു ഓപ്പറേഷണൽ ഡൈനമിക്സാണ്. അതായത് ഒരുപാട് വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് പാർട്ടിയുടെ പോഷക സംഘടനകൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ പരമാവധി സന്തോഷിപ്പിച്ച് നിർത്തുക, അവർക്ക് പ്രത്യേകമായ തൊഴിലിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക, ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ജനറേറ്റ് ചെയ്യുക, പ്രതിപക്ഷം വിഘടിച്ച് നിൽക്കുക, ദുർബലമായി നിർത്തുക, ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഓപ്പറേഷൻ സിസ്റ്റം. എന്നിട്ട് ഒരു വ്യക്തമായ നയരേഖ ഞങ്ങൾക്കേ അത് സാധിക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും മാത്രമേ കേരളത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനാവൂ. അങ്ങനെയാണ് ഒരു നയരേഖ, പുതിയൊരു നയരേഖ. കേരളം ഇങ്ങനെ പോയാൽ പോരാ. അപ്പോൾ ഇവിടെ എല്ലാവരും സമ്മതിക്കും, ഭരണപക്ഷത്തെ അനുകൂലിക്കുന്നവരും പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്നവരും സമ്മതിക്കും, ഇതിങ്ങനെ പോയാൽ പോരാ. അങ്ങനെയെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ മൂലധന നിക്ഷേപം ഉണ്ടാകണം, തനത് വരുമാനം ഉണ്ടാകണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവിടെ സ്വകാര്യ മൂലധനമാണ് ആശ്രയിക്കാവുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വിലങ്ങുതടിയാകുമെങ്കിൽ ചൈനയുടെ മോഡൽ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുക. അതായത് ഇക്കണോമിക് ക്യാപിറ്റലിസം ആൻഡ് പൊളിറ്റിക്കൽ കമ്മ്യൂണിസം എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ഈ ഭരണപക്ഷത്തെ അതിശക്തമായി പൊളിറ്റിക്കലി നിലനിർത്തുകയും എന്നാൽ നിക്ഷേപ അനുകൂല ഒരു നയം ഉണ്ടാക്കുന്നു എന്ന് പൊതുവേ പറയുകയും അതിനുള്ള ഒരു സംവിധാനം സൃഷ്ടിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര്, വ്യവസായികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ മധ്യവർഗത്തിൽപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ കേരളം വികസിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ, ഇത് ശരിയാണല്ലോ, ഇവിടെ ഒരു മാറ്റം വരണമല്ലോ, ഇവിടെ ഗവൺമെൻറ്റിനെ സ്പെൻഡിങ്, കാരണം കേന്ദ്രം അധികം പണം തരുന്നില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, അങ്ങനെയെങ്കിൽ സ്വകാര്യ മൂലധനം ഇവിടെ ഏറെ ഉണ്ടല്ലോ, ഗൾഫിൽ നിന്ന് ഏറെ പേർ പിന്നെ ഇങ്ങോട്ട് റെമിറ്റൻസ് ഉണ്ടല്ലോ, അമേരിക്കയിൽ റെമിറ്റൻസ് ഉണ്ട്, എന്തുകൊണ്ട് ഈ പണം, ആ പണം മാത്രമല്ല ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു പണം ഒക്കെ വികസനത്തിന് വേണ്ടി, ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയും വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കപ്പെട്ടാൽ തൊഴിലുണ്ടാകും. അപ്പോൾ ഇവിടെ തൊഴിലിൻ്റെ കാര്യത്തിലേക്ക് വരുന്നു ഗവൺമെൻറ്. തൊഴിൽ ഇപ്പോൾ അടുത്ത സമയത്ത് വന്ന, ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശവും ഒരു വലിയ ക്ലെയിമാണ്. ഈ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളതിൽ ആകെയുള്ള ജോലികളിൽ 66% PSC വഴിയുള്ള നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. കഴിഞ്ഞ 9 വർഷത്തെ കണക്കാണ് ഈ പറയുന്നത്. ആദ്യ 5 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 1,61,000 പേർക്കാണ് PSC അഡ്വൈസ് മെമ്മോ അയച്ചതും ജോലി ലഭിച്ചതും. ഈ 2ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് നാളിതുവരെ 4 വർഷം കൊണ്ട് 1,14,000 പേർക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചു എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ. അതിൽ സ്ഥിരീകരണം എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, ഗവൺമെൻറ് ഇതിനെ പുറത്തുവിട്ട കണക്കുകളാണ്. അങ്ങനെയെങ്കിൽ അതിശക്തമായ തൊഴിൽ നൽകുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. ആ തൊഴിൽ നൽകുന്ന സംവിധാനം ഉണ്ട് എങ്കിൽ എന്തിനാണ് വലിയ തോതിൽ കേരളം വിട്ടുപോയി പഠിക്കണമെന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നത്? യുവജനങ്ങൾ ഇവിടം വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? 3.5 കോടിയാണ് കേരളത്തിൻ്റെ ജനസംഖ്യ. അതിൽ ഏതാണ്ട് 3/4 കോടിയിലധികം, 3/4 കോടിക്കും 1 കോടിക്കും ഇടയിൽ ജനം കേരളത്തിന് പുറത്താണ്. ഇന്ത്യക്കുള്ളിൽ, കേരളത്തിന് വെളിയിലും, ഇന്ത്യക്ക് പുറത്തുമാണ്. പ്രവാസികൾ വലിയ തോതിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത്? ഒരുമാതിരി പഠിച്ച് ഒരുമാതിരി കഴിവ് തെളിയിച്ച ആളുകൾക്ക് ഇവിടം വിട്ടു പോകണമെന്ന ആഗ്രഹം വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു മൈൻഡ് സെറ്റാണ്. ഇവിടെ നിക്ഷേപിക്കാനാവില്ല, ഇവിടെ പ്രവർത്തിക്കാനാവില്ല, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നിശ്ചിത സ്പീഡ് മാത്രമേ ഉണ്ടാകൂ വികസനത്തിന്. ഈ ഒരു മനോഭാവം മാറ്റിമറിക്കാൻ കൂടി ആവണം ഒരു പക്ഷേ പുതിയ നയരേഖ കൊണ്ടുവന്നത്. പക്ഷേ ആ നയരേഖ കൊണ്ടുവരുമ്പോഴും സമാന്തരമായി നമ്മൾ കാണുന്ന ചിത്രം എന്താണ്? ധൂർത്തിൻ്റെ ചിത്രം, അഴിമതിയുടെ ചിത്രം, കെടുകാര്യസ്ഥതയുടെ ചിത്രം, സ്വജനപക്ഷപാതത്തിന്റെ ചിത്രം, നോക്കുകൂലിയുടെ ചിത്രം. അപ്പോൾ ഇതൊരു സമ്മിശ്രമായ ഒരു ചിത്രമാണ് ഈ ഗവൺമെൻറ് കേരളത്തിൻ്റെ ജനതയ്ക്ക് മുമ്പിൽ പ്രദാനം ചെയ്തത്. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി കതിരും പതിരും തെളിച്ച് വായിക്കേണ്ട സമയമാണ് ഇനിയുള്ള 1 വർഷം സമയം. അതിനുള്ള സമയം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്.